എന്ത് ഞഞ്ഞാവിഞ്ഞാടെ പുറത്താണ് ഇഡി ഉദ്യോഗസ്ഥരെ CPM ആക്രമിച്ചത് താങ്കൾക്ക് പറയാനില്ല? എന്ത് ഞഞ്ഞാവിഞ്ഞാടെ പുറത്താണ് ആഭ്യന്തര എന്റെ ചോദ്യം വളരെ ലളിതമാണ് ശ്രീ ജയചന്ദ്രൻ. എന്താണ് പോലീസ് ഈ FIR ഇടാത്തതിന്റെ കാരണം? പോലീസ് FIR ഇടാനായിട്ട് ഇവർ ആവശ്യപ്പെട്ടു എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇഡി എന്തായാലും കോടതിയിൽ പോയി നുണ പറയില്ലല്ലോ അല്ലെ? പോലീസ് കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള ഉപദേശം നൽകേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചാർജുള്ള മന്ത്രി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. CPM പ്രതിക്കൂട്ടിലായോ? സമ്മതിക്കോ? പിണറായി വിജയൻ ഈക്വൽ CPM എന്ന് ഇനിയെങ്കിലും ശ്രീ ജയചന്ദ്രൻ സമ്മതിക്കോ? ഇത് വല്ല ഇടങ്ങേറായല്ല. പിന്നെ CPM ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ചേർത്ത് കളയണം എന്ന് ശ്രീജിത്ത് പണിക്കർക്ക് നിർബന്ധമുണ്ടെങ്കിൽ താങ്കളത് ചെയ്തോളൂ. എനിക്ക് അതിൻ്റെ അകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും താങ്കൾ അല്ലല്ല. ശ്രീജിത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി FIR ഇടാത്തത് എന്തുകൊണ്ട്? കോടതിയിൽ FIR ഇടാത്തത് എന്തുകൊണ്ട്? അത്രേ ഉള്ളൂ. ഉപദേശം SHOയ്ക്ക് കൊടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. എന്തുകൊണ്ടിട്ടില്ല? ഞാൻ പറയട്ടെ, അതല്ല ഉദ്ദേശം. അല്ല, അതിനല്ല സുപ്രീം കോടതിയിൽ ഈ വിജയ് മദൻലാൽ കേസ് പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉദ്ധരിച്ചിരിക്കുന്നത്. അതില്ലാതെ തന്നെ ചെയ്യാമല്ലോ. എന്താ ചെയ്യാതിരുന്നത്? അത് ചെയ്യാൻ അത് വേറെ കാര്യമല്ലേ? വേണ്ടെന്ന് പറഞ്ഞത് 120 ഗൂഢാലോചന കേസ് ചാർജ് ചെയ്യാനായിട്ട് ഇഡി പറഞ്ഞാൽ പിണറായി വിജയന്റെ മകൾ അതിൽ പ്രതിയാകുമോ? എന്റെ ചോദ്യമാണ്. 120 ഗൂഢാലോചന ചാർജ് ചെയ്യാൻ ഇഡി SHOയോട് ആവശ്യപ്പെട്ടാൽ കേരള പോലീസ് കേസെടുത്താൽ വീണ വിജയൻ പ്രതിയാകുമോ? 1. എന്റെ ദൈവമേ, 2. 411 പ്രകാരം കോഗ്നിസബിൾ ഒഫൻസിൽ സ്റ്റോളൻ പ്രോപ്പർട്ടി സ്വീകരിച്ചു. എനിക്കത് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഹൈക്കോടതി വിധിയിൽ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇതൊരുമാതിരി വേലിയെഴുത പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ കർത്തയുടെ കാര്യമൊന്നുമല്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസിന്റെ മെറിറ്റിലേക്ക് പോയോ? നിങ്ങൾ പോകേണ്ട കാര്യമില്ലല്ലോ. മറുപടി പറയുന്നല്ലോ. നിങ്ങൾ താങ്കൾ ഈ അരി എത്ര നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. ഞാൻ ചോദിക്കുന്ന ലളിതമായ ചോദ്യം, എന്തുകൊണ്ട് 2 തവണ ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശം അനുസരിച്ചിട്ട് ഒരു കേസ് എടുക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല? ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജയചന്ദ്രൻ സാറേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എനിക്ക് ഞഞ്ഞാ പറയാനേ അറിയൂ. പക്ഷെ അത് കേൾക്കാനുള്ള ബാധ്യത കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇതേപോലെ ഒരു മുട്ടാ ന്യായം പറഞ്ഞപ്പോ ഞാൻ താങ്കളെ തിരുത്തിയിരുന്നു. ഞാൻ താങ്കളെ തിരുത്തിയപ്പോ താങ്കൾ അന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. താങ്കൾ പറഞ്ഞത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല, താങ്കൾ പറഞ്ഞത് അപഹാസ്യമായിട്ടുള്ള വാദമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ താങ്കൾ അത് ഒഫൻഡഡ് ആയി. അത് കേട്ടപ്പോ ഒരു ചർച്ചയിൽ അതേ വാദം ഇന്ന് CMRL കോടതിയിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ വഴിയില്ല. ഈ ഇൻകം ടാക്സിന്റെ കേസ് സെറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഇമ്മ്യൂണിറ്റി കൊണ്ട് PMLA അന്വേഷിക്കാൻ കഴിയരുതെന്ന് താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ വാദം അത് തന്നെയായിരുന്നു. അത് ഞഞ്ഞാ പറയലായിരുന്നു. ഇപ്പൊ താങ്കൾ പുതിയ ഞഞ്ഞാ പറയലാണിത്. ഇവിടെ താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. ചോദ്യം ലളിതം. 411 IPC വകുപ്പ് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഒരാൾ സ്റ്റോളൻ പ്രോപ്പർട്ടി സ്വീകരിച്ചു. ആ കേസ് എടുക്കാൻ ഇഡിയുടെ താല്പര്യത്തിനനുസരിച്ച് കേരള പോലീസ് തയ്യാറായിരുന്നെങ്കിൽ വീണ വിജയൻ പ്രതിയാകുമായിരുന്നില്ലേ? 120B എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ്. ഗൂഢാലോചന കർത്തായും കൂടെ ഗൂഢാലോചന നടത്തിയെന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പണം സൈഫൺ ഓഫ് ചെയ്യുന്നതിന് എക്സാലോജിക്കുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നേ കേസ് വരത്തുള്ളൂ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിൽ പ്രതിയായി വരുമെന്ന് തോന്നുമ്പോ ആഭ്യന്തര വകുപ്പ് കേസെടുക്കണ്ട എന്ന് കേരള പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് സാധാരണ ഐക്യമുള്ള ഒരാൾ മനസ്സിലാക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു പറ്റുമോ? അതിന് CPM-കാരന്റെ ഐക്യു വേണ്ട. സാധാരണ ഐക്യമുള്ള ഒരാൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ആഭ്യന്തര വകുപ്പ് ഇതിൽ പ്രതികളെ സംരക്ഷിച്ചു എന്നാണ്. CPM വെട്ടിലായോ സാർ? അതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ താങ്കൾ പറയണം എന്തുകൊണ്ട് കേരള പോലീസ് ഇതിനകത്ത് FIR ഇട്ടില്ല. അത് പറഞ്ഞാൽ മതി. കഴിഞ്ഞോ? ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെയൊക്കെ പറയുന്നതിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇന്ന് ഈ ശ്രീജിത്ത് പണിക്കർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ വന്നതായിട്ട് ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. ഈ അവരാകെ പരിഗണിച്ച് അല്ല അവരെ നിൽക്കൂ, താങ്കളോട് നിർത്തൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് കയറി എന്തിനാണ് പറയുന്നത്? ഹൈക്കോടതി പറയാത്ത വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ പിണറായി വിജയനോ പോലീസിന്റെ FIR-ഓ ഒക്കെ പറഞ്ഞ് എന്ത് ഉരുണ്ടുകളി എന്നുള്ളതല്ലാതെ തോന്നുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ല നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് ഞഞ്ഞാ പുറത്താണ് കേരള പോലീസ് FIR എടുത്തെന്ന് സാറിന് പറയാൻ കഴിയുന്നില്ല.
ഈശ്വര ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്ത് ഞഞ്ഞാവിഞ്ഞാടെ പറഞ്ഞാണ് ഇ ഡി ഉദ്യോഗസ്ഥരെ സി പി എമാരെ ആക്രമിച്ചത് താങ്കൾക്ക് പറയാനില്ല? എന്ത് ഞഞ്ഞാവിഞ്ഞാടെ പറഞ്ഞാണ് ആഭ്യന്തര വിളിക്കട്ടെ അല്ല അതിന് മറുപടി പറയാൻ അവിടെ നടന്ന 26-ാം തീയതി നടന്ന സംഭവത്തിന് മറുപടി പറയേണ്ടത് ആരാ? കേരള പോലീസ് പറയണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. ഞാൻ പല ചാനലുകളും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നല്ല ഐഡിയ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ മനസ്സിലാക്കേണ്ടത് എൻ ജയചന്ദ്രൻ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആഭ്യന്തര വകുപ്പും പോലീസും മറുപടി പറയണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമല്ലേ ഈ മാസപ്പടി കേസിൽ ഈ പറയുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്ന് ഇ ഡി ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യാതിരുന്ന കാര്യത്തിലും പോലീസും ആഭ്യന്തര വകുപ്പും മറുപടി പറയണ്ടേ? ഇതാണ് ശ്രീജിത്ത് പണിക്കർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ്ഐആർ ഇടാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്ക്? ഈശ്വര ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. അതാ ശ്രീജിത്ത് പണിക്കർക്കെല്ലാം വേണുവിന് ഉൾപ്പെടെ ഞാൻ മറുപടി പറഞ്ഞത്. അത് ആവേണ്ട ഘട്ടത്തിൽ അത് ചെയ്തോളും. അതിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുവാദം കൊടുത്തിരിക്കുന്നത് ഇ ഡിക്ക്. ആ അനുവാദവുമായിട്ട് ഇ ഡി മുമ്പോട്ട് പോയിക്കോളും. അതിന് മുൻകൂട്ടി കയറി എന്തുകൊണ്ട് ഇന്നലെ അല്ല അഴീക്കോട് മാഷ് പറഞ്ഞിട്ട് പലതുണ്ടല്ലോ, നിവൃത്തിയില്ല. അല്ല അത് ഇന്നലെ നമുക്കത് വിടാം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിയോട് ബോധിപ്പിക്കപ്പെടുമ്പോൾ ആ കാര്യത്തിൽ കോടതി കൃത്യമായി പറയും. സാറിന്റെ ഭാഷയിൽ സാർക്ക് വേണമെങ്കിൽ പറഞ്ഞു ഒഴിയാമായിരുന്നു. അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് നടന്നാൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ സമയത്ത് സംഭവിക്കും. എന്നാൽ ഗോവിന്ദഭാഷ പോലെ അങ്ങോട്ട് പറഞ്ഞു വിടാമായിരുന്നു വേണമെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ജനാധിപത്യമോ സോഷ്യലിസമോ സ്വാതന്ത്ര്യമോ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മറ്റേ തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടോ ഒന്നല്ലോ ഈ ഇ ഡി അവിടെ റെയ്ഡ് നടത്തുന്ന സമയത്ത് ഇവിടെ സമരം ചെയ്തത്. അതായിരുന്നോ ഗോവിന്ദൻ മാഷും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും ആഹ്വാനം ചെയ്തിരുന്നത്? അല്ലല്ലോ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് അവര് സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ കല്ലും കട്ടയും മോട്ടയും പഴവും കേട്ട് പടം പോയിട്ട് കലാപം ഉണ്ടാക്കിയിട്ട് ആ ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്ത് കയറിയതും ആ വണ്ടിക്കാരെ തല്ലാൻ നോക്കിയതും ആ വണ്ടി തകർന്നു പൊളിച്ചതും ആ വണ്ടിക്കാരെ കൊല്ലാൻ നോക്കിയതും എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ന്യായമാണ് ബഹുമാനായിട്ടുള്ള ജയചന്ദ്രൻ സാർ അങ്ങക്ക് പറയാൻ സാധിക്കുക? ചേട്ടാ ചൂടാവല്ലേട്ടാ, ഇങ്ങനെ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. എന്തുകൊണ്ട് സേവനം കൊടുത്തത് പറയണെന്നറിയോ? പവർ ഓഫ് ദ മോണിറ്റർ. എന്നാൽ മോണിറ്റർ ഓൺ ആവുന്നു, ബാക്ക് സ്പേസ് ഞെക്കുന്നത് എങ്ങനെ, അതേപോലെ പ്രവർത്തിക്കുന്നത് എങ്ങനെ, പിന്നെ ടാലി എന്ത് കോടിക്കണക്കിന് മേടിച്ചിട്ട് പൊതുമേഖലാ സ്ഥാപനത്തില് ഈ കാശ് മുഴുവൻ തൊട്ടുകൊണ്ട് പോയിട്ട് അത് ന്യായീകരിക്കാൻ വരുമ്പോ ഒരു മാധ്യമ പ്രവർത്തനം, സീനിയർ മാധ്യമ പ്രവർത്തകനോട് എനിക്ക് ബഹുമാന പുരസ്സരം പറയാം. അങ്ങേ പോലുള്ള വ്യക്തിയൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ന്യായീകരിക്കരുത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ ചെയ്യാത്ത സേവനത്തിന് കോടിക്കണക്കിന് രൂപ മേടിച്ചു കൊണ്ടുപോയി അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനകത്ത് AKG സെന്ററിന്റെ പേരും ഡോർ നമ്പറും ഉപയോഗിച്ചുള്ള ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ ഉടമ എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കെ ഈ കേരളത്തിനകത്ത് ആ അഭ്യാസങ്ങളൊക്കെ കഴിച്ച് അതിനെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടെടുത്ത് അത് അന്വേഷിക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ച് അതിനെയും ന്യായീകരിക്കുമ്പോൾ ഈ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞപ്പോൾ അതിനെനിക്ക് ആ രീതിയിൽ വായിക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങയുടെ വിചിത്ര കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.